നല്ലൊരു സ്പോർട്സ് ഡ്രാമ മൂവി തന്നെയായിരുന്നു ദാവീദ്. ആൻഡ് ഈ പടത്തെ കുറിച്ചിട്ട് കാര്യമായിട്ടുള്ള ഒരു പ്രതീക്ഷയില്ലാതെയാണ് പോയത്. ആൻഡ് പടം കണ്ടു കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം തൃപ്തിപ്പെടുത്തിയ, അല്ലെങ്കിൽ ഓവറോൾ നല്ല രീതിയിൽ അവർ എഫേർട്ട് ഇട്ടിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു മൂവി ആയിട്ട് തന്നെ തോന്നി. ആൻഡ് പെർഫോമൻസിൽ പറയുകയാണെങ്കിൽ പെപ്പയുടെ ആന്റണി വർഗീസിന്റെ ആ ഒരു ക്യാരക്ടർ, ആഷിക് കപൂർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന്റെ ആ ഒരു പാസ്റ്റ് ലൈഫും എങ്ങനെ വീണ്ടും ബോക്സിങ്ങിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ള ആ ഒരു സ്റ്റോറി ലൈനൊക്കെ അത്യാവശ്യം നല്ല പോലെ തന്നെ തോന്നിയിരുന്നു. ആൻഡ് പിന്നെ എടുത്തു പറയേണ്ടത് വിജയരാഘവന്റെ ആശാൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. അത്രയും ഒരു പെർഫെക്ഷനോട് കൂടിയിട്ട് തന്നെ ഒരു ക്യാരക്ടറിനെ പ്രസന്റ് ചെയ്യാൻ അദ്ദേഹത്തിനെ പറ്റി. ആൻഡ് അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ പെർഫോമൻസിനെ കുറിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യമില്ല. കാരണം നമുക്കറിയാം ഒരു റോള് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ആ റോളിനെ പൊളിച്ചടുക്കി കയ്യിൽ തരുന്നുള്ളത്. ആൻഡ് ഈ സിനിമയിലും വ്യത്യസ്തമായിരുന്നില്ല കാര്യം. ആ ഒരു ക്യാരക്ടർ ഇത്രയും വർഷത്തോളമായിട്ട് ബോക്സിങ്ങിനെ കുറിച്ചിട്ടുള്ള അതിന്റെ ബേസിക്കുകളും, അല്ലെങ്കിൽ അല്ല അതിൽ തന്നെ വളരെയധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ട്രെയിനറിന്റെ ഒരു സംസാരം എങ്ങനെയാണോ, അല്ലെങ്കിൽ അതിന്റെ ടാക്ടിക്സിനെ കുറിച്ച് എങ്ങനെയാണോ എക്സ്പ്ലെയിൻ ചെയ്ത് തരിക, അതെല്ലാം നല്ല പക്കയായിട്ട് തന്നെ അദ്ദേഹത്തിന് ഡെലിവറി, ആ ഡയലോഗ് ഡെലിവറിയിൽ തന്നെ കൊണ്ടുവരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം അത്യാവശ്യം ഒരു ഓക്കെ ട്രെയിനിങ്ങിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ വേണം ചെയ്യാൻ, ഇവിടെ ഇങ്ങനെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഓക്കെ ഈ ഒരു ആൾക്ക് അത്യാവശ്യം നല്ല പോലെ തന്നെ ഇതിൽ നല്ല എക്സ്പീരിയൻസ്, ഈ ഒരു ഫീൽഡിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളാണെന്നുള്ളത്. ആൻഡ് അദ്ദേഹത്തിന്റെ ആ ഒരു പെർഫോമൻസ് തന്നെ സെക്കൻഡ് ഹാഫ് വളരെയധികം പല സ്ഥലങ്ങളിലും നല്ല പോലെ തന്നെ ഹോൾഡ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഹെൽപ്പ് ചെയ്തു. ആൻഡ് ജസ്റ്റിൻ വർഗീസിന്റെ മ്യൂസിക് ആയാലും ശരി, പലയിടത്തും ആ സിനിമയുടെ ഒരു ജോണറിനോട് യോജിച്ച് നിൽക്കുന്ന ആ ഒരു BGM ആൻഡ് മ്യൂസിക് കൊണ്ട് പ്ലേസ് ചെയ്യാനായിട്ട് സാധിച്ചു. ആൻഡ് അതെല്ലാം തന്നെ വളരെ നല്ല രീതിയിൽ തന്നെ തോന്നി. എവിടെയും അധികം ഓവർ ആക്കാതെ അത്യാവശ്യം നല്ല രീതിയിൽ, ഈവൻ ഈ പടത്തിന്റെ ഒരു എൻഡിങ് ആയാലും ശരി ഓക്കെ ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഒരു എൻഡിങ് ആയിരുന്നു. അല്ലാതെ നമ്മൾ സ്ഥിരം കാണുന്ന ഒരു കഥകളത്തെ പോലത്തെ ഒരു രീതിയിലാക്കാതെ അത്യാവശ്യം നല്ല പോലെ ഓക്കെ എല്ലാവർക്കും കണക്ട് ആവുന്ന രീതിയിൽ തന്നെയായിരുന്നു ഇതിന്റെ ഒരു എൻഡിങ് കൊണ്ടുവന്നത്. ആൻഡ് ആ ഒരു ഫസ്റ്റ് ഹാഫിലൊക്കെ അവർ കൊണ്ടുവന്ന കുറെ ടേൺ ഓഫ് ഇവന്റ്സ്, കുറെ ഈഗോ ക്ലാഷ് ആൻഡ് ആ ഒരു ബോക്സിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു സ്റ്റോറിയിലേക്ക് പതുക്കെ പതുക്കെ ഗ്രാജുവലി കടന്നു വന്ന് തന്നെ വളരെയധികം ഇഷ്ടമായി. പ്രത്യേകിച്ചും പടം തുടങ്ങി ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ തന്നെ ആ ഒരു സ്റ്റോറിയിലേക്ക് കൊണ്ടുപോയ ലീഡ് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ തോന്നി. ആൻഡ് ഈ സിനിമയിലത്തെ മറ്റുള്ള എല്ലാവരും, ഈവൻ ആ ഒരു ആന്റഗോണിസ്റ്റ് ക്യാരക്ടർ ചെയ്തിട്ടുള്ള അദ്ദേഹം തന്നെ ഒരു ഈജിപ്ഷ്യൻ ആക്ടറാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു ക്യാരക്ടർ ആയാലും ഈവൻ ആ ഒരു സൗണ്ട്, ഈ സൗണ്ട് ആൻഡ് ഡയലോഗ് ഡെലിവറി എല്ലാം തന്നെ വളരെയധികം ഒരു നല്ല കണ്ണിങ് ആയിട്ട് തന്നെ പ്രസന്റ് ചെയ്യാനായിട്ട് സാധിച്ചു. ആൻഡ് എനിക്ക് ഈ സിനിമയിൽ തോന്നിയ ഒരു ചെറിയൊരു ഇഷ്യൂ തോന്നിയത് ചില സീനുകൾ, ഈവൻ അതൊരു ഇംഗ്ലീഷിൽ നിന്ന് ഇംഗ്ലീഷായിട്ട് പറയുന്നത് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ചില ഭാഗങ്ങളിൽ സബ് ടൈറ്റിൽസ് അവർക്ക് പ്ലേസ് ചെയ്യാമായിരുന്നു എന്ന് തോന്നി. ആൻഡ് അതർവൈസ് സിനിമ നല്ല പോലെ തന്നെ തൃപ്തിപ്പെടുത്തി. തീരെ പ്രതീക്ഷിക്കാത്ത ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത്യാവശ്യം ക്രൗഡഡ് ആയിട്ടുള്ള ഒരു ഓഡിയൻസിന്റെ, അല്ലെങ്കിൽ അത്യാവശ്യം ക്രൗഡഡ് ആയിട്ടുള്ള ഒരു തിയേറ്ററിൽ നിന്ന് തന്നെയാണ് പടം കണ്ടത്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമയ്ക്ക് കിട്ടേണ്ട ഒരു റിസപ്ഷൻ എന്താണോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു റെസ്പോൺസിൽ തന്നെ ഈ സിനിമ മൊത്തത്തിൽ കണ്ട് ഇരിക്കാനായിട്ട് സാധിച്ചു. എൻ്റെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് തന്നെ തോന്നി. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ, കാരണം ഇതൊരു ഡിബറ്റൻ ഡയറക്ടറായിട്ടുള്ള ഗോവിന്ദ് വിഷ്ണുവാണ് ഈ സിനിമയുടെ ഡയറക്ടർ. ആൻഡ് ഇതിന്റെ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ളതും അദ്ദേഹവും വേറൊരാളും കൂടിയിട്ടാണ്. എൻ്റെ രണ്ടുപേരും ഈ ഒരു സ്ക്രിപ്റ്റ്, ഈ ഒരു സ്ക്രീൻ പ്ലേ ആയാലും ഈവൻ ആ ഒരു ഡയറക്ഷനിലായാലും ശരി ഓക്കെ ഇങ്ങനെയുള്ള ഒരു മൂവിയാണ് എടുക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്, അതിൽ എന്തൊക്കെയാണ് കൊണ്ടുവരേണ്ടത് എന്നുള്ളതിനെ കുറിച്ചെല്ലാം നല്ല ഐഡിയയോട് കൂടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ആൻഡ് എന്തായാലും ഇനിയും നല്ല സിനിമകൾ ചെയ്യാനായിട്ട് സാധിക്കട്ടെ. ആൻഡ് ഓൾ ദി ബെസ്റ്റ് ടു ദ എൻറ്റയർ ടീം. എല്ലാം കൊണ്ടും നല്ല പോലെ തന്നെ തൃപ്തിപ്പെടുത്തി, അല്ലെങ്കിൽ അത്യാവശ്യം നല്ലൊരു തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന ഒരു മൂവി തന്നെയാണ് ദാവീദ്. പടം കണ്ടവര് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. കാണാത്തവരുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് കാണുക.